മേക്കറിന്റെ കിക്ക് എന്താ? അത് രണ്ടും ഡമ്മിയാ. ആക്ടർ ആവുക എന്നുള്ള ആഗ്രഹമാണ് നമ്മളെ ഉള്ളിൽ ആദ്യം പൊട്ടിമുളക്കുക. പിന്നെയാണ് നമ്മളിങ്ങനെ നടക്കൂല കേടെ കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടെ അടുത്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു ഇമോഷൻ എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടു പല സീനിലും അല്ലെങ്കിൽ പല സെക്ഷനിലും അഭിനയിച്ചു. കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കളിക്കാൻ വന്ന പോലെയല്ല തിരിച്ചു പോകുന്നത് ആരും. അയാളുടെ മാറ്റം സംഭവം അതാണ് ഞങ്ങളുടെ സിനിമ. എനിക്ക് 1000 Babies ഉണ്ടായിരുന്നു. അപ്പം അത്ര എക്സ്പോഷർ എനിക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണ്. മുന്നേ നാരദം ചെയ്തിട്ടുണ്ട്, തല്ലുമാലയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര എക്സ്പോഷർ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അതും അത്ര വലിയ ആക്ടേഴ്സിന് കൂടെ ആക്ട് ചെയ്യാനും പറ്റി. അത് ആ സാഹചര്യം കൊണ്ട്, ആ സാഹചര്യത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അത് വെളിയിൽ ചാടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് വീണ്ടും ആ ഒരു കണ്ടത്തിലേക്ക് ഇറങ്ങി. അതാണ് നമ്മളൊരു കണ്ടംകളി. അതാണ് ദ ക്യൂ ഷോ ടൈമിൽ സക്കറിയ, അശ്വിൻ, നസ്ലിൻ, ഷമീൻ, വെൽക്കം. നമസ്കാരം. ഈ സിനിമയുടെ ഒരു ട്രെയിലർ വരുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റർ മുതൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകുമ്പോഴൊക്കെ മുതൽ ഇതിലേറ്റവും നമ്മളെ ഹുക്ക് ചെയ്യുന്നത്, നമുക്കിത് കാണാൻ തോന്നുന്നതിലൊരു റീസൺ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതിൽ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു ഈ പറയുന്ന ഡെലിവറബിൾസിലോ ക്രിയേറ്റീവ്സിലുള്ള റൂട്ടഡ്നെസ് ഉണ്ട്. ഈ മനുഷ്യന്മാരെ നമ്മൾ എവിടെ കണ്ടിട്ടുള്ള നമുക്കറിയുന്ന നമ്മളൊരു പക്ഷേ ഇപ്പം അധികം യൂസ് ചെയ്യാത്ത അറിയാത്ത ഒരു സ്പേസിൽ ടൈമിൽ ഉള്ള ആളുകളെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കിത് ഭയങ്കര കിക്ക് കിട്ടിയത് ഇതിൽ ഈ പറഞ്ഞ ഇവരുടെ സ്വഭാവം അതിനോട് ചേർന്ന് ഇവരുടെ ബിഹേവിയറിലൊക്കെ ലോക്കാവുന്ന ഈ ഗെയിമിൻ്റെ ലെയറാണ് ക്രിക്കറ്റ് കൊണ്ടുവരുന്നത്. ഈ ക്രിക്കറ്റിന് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ക്രിക്കറ്റ് ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ക്ലബ് ആവട്ടെ, ഇതിൽ ഈ പല പ്രായത്തിലുള്ള പല മനുഷ്യർ അവരുടെ ഗ്രോയിങ് സ്റ്റേജ് ഇതിലെല്ലാം ഗെയിമിന് ഭയങ്കര സ്ഥാനമുണ്ട്. ഇവരുള്ള ഈ സ്പിരിറ്റ്, സ്പോർട്സ്മാൻഷിപ്പ്, ഇതിനെല്ലാത്തിനും നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള ഗെയിംസ് കാണാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഈ ഒരു നേച്ചർ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒപ്പം ആസ് എ ക്രിയേറ്റർ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ ഈ ഗെയിം വരുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വർക്കിംഗ് പ്രോസസ്സിൽ ഇതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണ് ഈ ഒരു ലെയർ? അല്ല, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രൗണ്ടിൽ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നതും, അപ്പോൾ അവിടെ വരുന്നൊരു ഫണ്ണും കാര്യങ്ങളും, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വേറെ എന്തായാലും ചോദ്യം. അവർക്ക് പെർഫോമൻസിൽ കുറച്ചും കൂടെ നമുക്കിത് നമ്മുടെ ഡെയിലി ലൈഫിൽ പാർട്ടായിട്ടുള്ള ഒരു ഈവന്റ് അല്ല ഇത്. നമ്മൾ പഴയ സിനിമകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമുള്ളത് ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ അതെ അതെ, അത് ഒരു പ്രത്യേക സാഹചര്യം. നമ്മൾ സിനിമ നടക്കുന്ന ആ ഒരു സമയം അതിനൊരു ആ ഒരു പ്രത്യേകത ഒരു സാഹചര്യമാണ്. കോവിഡ് ആ സമയത്തായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ആ ഒരു ടൈമിൽ വീണ്ടും വീട്ടിൽ ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തിൽ ആ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു ജീവിതം വീണ്ടും റിന്യൂ ചെയ്യാമെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും പഴമയിലേക്ക് ഇങ്ങനെ സാഹചര്യം, ആ ഒരു സാഹചര്യം കൊണ്ട് പോയപ്പം അപ്പം പഴയ രീതിയിലുള്ള എന്ന് വെച്ചാൽ ചെറുപ്പക്കാലത്ത് നമ്മളെ നൊസ്റ്റാൾജിയ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ആ ഒരു നൊസ്റ്റാൾജിയ, അത് ആ സാഹചര്യം കൊണ്ട്, ആ സാഹചര്യത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അത് വെളിയിൽ ചാടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് വീണ്ടും ആ ഒരു കണ്ടത്തിലേക്ക് ഇറങ്ങി. അതാണ് നമ്മളൊരു കണ്ടംകളി. സക്കറിയ ഇങ്ങനെ ഒരു ബീയിങ് ലീഡ് ആക്ടർ, അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഷോൾഡർ ചെയ്യുന്ന കാര്യമുണ്ട് സിനിമേനെ, ഒപ്പം ക്രിയേറ്റർ ആണ്. ഈ പെർഫോമൻസ് ഇതൊക്കെ എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നത്? ആദ്യം തന്നെ ഈ ഷോൾഡർ ചെയ്യുന്നതിനെ കുറിച്ച്, ലീഡ് ആക്ടിങ് ഷോൾഡർ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എതിരെ അഭിപ്രായം ഉണ്ട്. കാരണം ഞങ്ങൾ ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട് വേറൊരു അർത്ഥത്തിൽ. പിന്നെ കുറച്ചധികം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ ക്രിയേറ്റേഴ്സിൻ്റെ ഇതിനനുസരിച്ച്, വിഷൻ അനുസരിച്ച് ഇത് ആക്ടിങ് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ചൊരു പണിപ്പെട്ട പാടാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം മനസ്സിലായി. കാരണം നമുക്കിതിൽ ഒരു ടെക്നോളജിയുടെ മുമ്പിലുള്ള ഒരു എക്സ്പീരിയൻസ് കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അശ്വിന് കൂടുതലാണ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ച്, TV സ്ക്രീനിലൊക്കെ അഭിനയിച്ചതിൻ്റെ. അപ്പം ഇത് വലിയൊരു ഉത്തരവാദിത്വം കൂടാണ്. ഈ നേരത്തെ പറഞ്ഞത് നമ്മൾ തൊള്ളേറ്റേണ്ട ഒരു ഉത്തരവാദിത്വം കൂടാണ്. കാരണം
ക്രിയേറ്റേഴ്സ് വിചാരിക്കുന്ന ഒരു സംഗതി നമ്മളിലൂടെയാണ്, അതായത് ആക്ടേഴ്സിലൂടെയാണ് പുറത്തേക്ക് വരേണ്ടത്. ആയിരുന്ന സമയത്ത് അതെ. ഇതിലൊരു അപ്പൊ അത് ഉത്തരവാദിത്തം ഉണ്ട്. എന്നാൽ അതേസമയം ഒരു ഒരു ആക്ടിങ് ആ സ്പേസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ബേസിക്കലി പിന്നെ ആക്ടറായിട്ട് തുടങ്ങി നാടകത്തിലും നാടക സമിതികളിലും തെരുവ് നാടകങ്ങളിലൊക്കെ ആക്ടറായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പം ആക്ടർ ആവുക എന്നുള്ള ആഗ്രഹമാണ് നമ്മളെ ഉള്ളിൽ ആദ്യം പൊട്ടിമുളക്കുക. പിന്നെയാണ് നമ്മളിങ്ങനെ നടക്കൂല ഓരോന്നും തിരിച്ചറിയുന്നത്. അപ്പം അതാണ് ആ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല നടനാണ്, നല്ല നടനാ. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. എപ്പോഴും പറയണം. നല്ല നടനാ. അച്ഛനെങ്ങനെയായിരുന്നു ഈ സിനിമ ഇതിന്റെ പാർട്ട്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് മറ്റേത് സിനിമയേക്കാൾ കൂടുതലും എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് ഈ സിനിമ. കാരണം സക്രിയൊക്കെ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ്. സുഡാനി തൊട്ടേ ഞങ്ങൾക്ക് ഉള്ളിൽ വേറൊരു കഥ സഞ്ചരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ. വന്നു തൊട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വേറൊന്നും ചിന്തിക്കില്ല, വേറൊന്നും നോക്കില്ല, ഉറപ്പായിട്ടും ചാടിക്കറി വരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാമിലി പരിപാടിയായിരുന്നു. മറ്റ് ചെയ്യുന്ന സിനിമകളിലേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് എന്നും നമുക്ക് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പാഠപുസ്തകമായിരുന്നു കമ്മ്യൂണിസ്റ്റ് വെച്ച. കാരണം ഇക്കയുടെ കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ അടുത്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു ഇമോഷൻ എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടാണ് പല സീനിലും അല്ലെങ്കിൽ പല സെക്ഷനിലും അഭിനയിച്ചത്. സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ അശ്വിൻ്റെ അടുത്ത് പിന്നെ അശ്വിൻ പിന്നെ സബ്ജക്ട് എന്താ അതൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അതായത് സീരിയസ് ആയിട്ട് പറഞ്ഞ ഭയങ്കര ഫാൻ ബോയ്. ഇപ്പൊ വലിയ ഭാഗ്യം ഇതിപ്പോ ഇങ്ങനെ അടുത്തിരിക്കാൻ പോലും അല്ലല്ല, ഇത് ദൈവ സത്യം വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട്. അറിയാലോ, സുഡാനിയിൽ ഞാൻ അഭിനയിച്ചതാണ്, എന്നെ കട്ട് ചെയ്ത് കളഞ്ഞാണ്. എന്നെ കട്ട് ചെയ്ത് കളഞ്ഞ. അപ്പൊ അന്നോട്ട് ഫോളോ അപ്പ്, അന്നല്ല അതിന് മുമ്പും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഈ കഥയ്ക്ക് ഒരു അന്ത്യമില്ലേ? അല്ല, സത്യമായിട്ട് ഞാനത് അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അത് സിനിമയിലുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത ഒന്നുമല്ല, അല്ലാത്ത വ്യത്യസ്തമായ ഞാൻ, അതിന്റെ ഒരു സന്തോഷം. അതാണ് മെയിൻ. പറഞ്ഞു വന്നത്. നെസ്ലിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ് ക്യാരക്ടർ. ഈ ക്യാരക്ടറിന് കിട്ടുന്ന ഫസ്റ്റ് ഫീഡ്, ഇതിന്റെ ഒരു പെർഫോമൻസ്, ഇതിൽ നെസ്ലിനൊരു മീറ്റ് ഉണ്ട് അവിടെ അച്ചീവ് ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്. അതെങ്ങനെയാ ശരിക്കും? എനിക്ക് ഞാൻ ആദ്യം ഷമീംക, പിന്നെ പ്രൊഡ്യൂസർ സൽവാൻ, ഇവരാണ് ആദ്യം കാണാൻ വന്നത്. ഇവര് ബാക്കി ഈ ക്രിക്കറ്റും അതും ഇതും ഇതൊക്കെ പറഞ്ഞപ്പോഴും ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഈ ഖദീജ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര, ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഡെസിഷൻസ് ലൈഫിൽ എടുക്കില്ല, ഒരിക്കലും എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം യു ഗെറ്റ് ടു ലിവ് വേറൊരാളായിട്ട്. അപ്പോൾ പക്ഷെ എനിക്ക് എൻ്റെ ഇപ്പം ഞാനൊരു കോഴിക്കോടുകാരിയാണ്. അപ്പം എനിക്ക് കുടുംബത്തിൽ പക്ഷെ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു പ്രായത്തിൽ 2 മക്കളും എന്താ പറയുക, വീട്ടു കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ ഡിസിഷനാണ്, വീട്ടിൽ നിൽക്കണം, അത് നോക്കണം. എന്നാൽ ലൈഫിൽ ഒരുപാട് ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന, ആവശ്യമുള്ള സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയും കൂടി എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കുറേ ഫാമിലീസിനെയും ഇതിൽ കൂടെ കാണിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് റിലേറ്റബിൾ ആണ്. ഒരുപാട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ സെറ്റിൽ എനിക്ക് ഫസ്റ്റ് ഡേ തൊട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വന്ന അന്നോട്ട് ഞാനും സക്രിയും പ്രോപ്പർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതായത് ഇപ്പോൾ ബ്രേക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും സക്രിയുടെ, ഞാൻ അപ്പം സക്രിയും കൂടി വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. കുട്ടികളായാലും ഞങ്ങൾ വരും, കച്ചറയാണ്, എന്നാൽ ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ പ്രോപ്പർ ഫാമിലി അങ്ങനെയായിരുന്നു സെറ്റും ഷൂട്ടിങ്ങും എല്ലാം. പിന്നെ ഞാൻ തീരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ക്യാരക്ടറിസ്റ്റ് എല്ലാം. പിന്നെ എനിക്ക് എൻ്റെ മുന്നത്തെ വർക്ക് ആയാലും ഇപ്പോൾ 1000 BBs ആയാലും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു റോളാണ്. രണ്ട് അറ്റത്തുള്ള റോൾസാണ്. അപ്പൊ എനിക്ക് അങ്ങനെയും ഒരു ഉപകാരമുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. പറഞ്ഞപ്പോഴേ ഇതിൽ ഈ സിനിമ ഡീൽ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ്, എല്ലാവരും അറിയുന്ന ഒരു സ്പേസ്. അവിടെ ഇപ്പോൾ ഷൂട്ടാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ എല്ലാ സമയത്തും. ഈ ഷൂട്ട് ഡേയ്സിലൊക്കെ നിങ്ങളുടെ ഈ ഒരു എല്ലാവരും ബോണ്ടിങ്ങിനൊരു ഭയങ്കര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡേയ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഈ സ്പേസ് ഭയങ്കര കംഫർട്ടബിൾ ആകുമ്പോൾ
പെർഫോമൻസ്, ക്രിയേഷൻ, അതിലൊക്കെ ഉള്ള ഒരു രസം എന്താ ശരിക്കും? നമ്മളാദ്യം വീട്ടിൽ നിന്നാണ് തുടങ്ങി. ആ ഒരു വീടും നമ്മളെ മെയിൻ ക്യാരക്ടറിൻ്റെ അപ്പം വീടും പരിസരമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പം ആ ഒരു വീട്ടിലെ ഷൂട്ട്, ആ ഫാമിലി, ആ ഒരു ഇത് പിന്നെ നാസ്ലിൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു അങ്ങ് സൃഷ്ടിക്കപ്പെട്ട് നമ്മളെ പിന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് പിന്നീട് അങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള ഷൂട്ടൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഗ്രൗണ്ടിൽ ഷൂട്ട് അപ്പോഴും പല സമയത്തും നാസിലിനൊക്കെ അവിടെ വരും. ഓക്കെ, എന്തിനാ വന്നു വെച്ചാൽ നമ്മളൊരു ഫാമിലിയെ പോലെ അത്രയും ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. ഒന്നാമത് ഇപ്പം ബുദ്ധിമുട്ടില്ലാതെ ക്യാമറ കുറേ പിന്നെ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരും ആദ്യത്തെ 2 ദിവസം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും പിന്നെ ഈ ഒരു കംഫർട്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഉപകാരമായിരുന്നു. ജക്കരിക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സുഡാനിയിൽ ഈ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഒരു ലെയർ അവിടെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് വീടുകള്, ഉമ്മച്ചിമാര്, അപ്പുറം ഈ പറഞ്ഞ സ്പോർട്സ് അതിന്റെ ഒരു പാർട്ടാകുമ്പോൾ അവരുടെ ഒരു ടീം, യൂണിറ്റി എല്ലാം ഉണ്ട്. നേരെ ഇതിലോട്ട് വരുമ്പോൾ ഈ ബിഹൈൻഡ് ദ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് ഇതിലെങ്ങനെ സപ്പോർട്ട്? നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പരസ്പര സഹകരണ സംഘം മോഡാണ് അല്ലേ? പിന്നെ അത് ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെയോ അറിയാതെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മളുടെ അതേ ആഗ്രഹമുള്ള, അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ സംഘമായി അല്ലെങ്കിൽ ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അതേ ആഗ്രഹമുള്ള ആളുകൾ, പുതുതായി വരുന്ന ആളുകളും അതേ ആഗ്രഹം ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരുടെയും ഉള്ളിലുള്ള ആ നൈർമല്യം അവിടെ വർക്കാവുന്നു എന്നുള്ളതാണ്. അത് വളരെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരേ സമയം പ്രൊഫഷണലായിട്ട് നിൽക്കാനും ആഗ്രഹമുണ്ട്. അതേസമയം നമുക്ക് ഫുൾ ടൈം എൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ, ഇനി ഞാൻ പോവുകയാണ് എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കാനും ആഗ്രഹമില്ല അധികം ആളുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും പരസ്പരം സഹകരിച്ച് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. എന്നാൽ പ്രൊഫഷണലിസം നിർബന്ധമാണ്. കാരണം ഒരാൾക്ക് ഒരു സിനിമ അല്ല ഉള്ളത്. ഇപ്പം അശ്വിനൊന്നും ഇപ്പം ഒരു സിനിമ അല്ല ഒരു സമയത്തുള്ളത്. അപ്പം അശ്വിൻ പ്രൊഫഷണൽ ആയേ പറ്റൂ ഒരു സ്ഥലത്ത്. എന്നാൽ അതേ സ്ഥലത്ത് അശ്വിൻ സഹകരിച്ചേ പറ്റൂ. കാരണം അശ്വിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നന്മ നിറഞ്ഞ ഒരാൾ അവിടെ വർക്ക് ചെയ്യും. അപ്പം അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു കമ്മ്യൂണിറ്റി. പ്രത്യേകിച്ച് പിന്നെ ആർട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഒരു കലാപ്രവർത്തനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രസത്തിലേക്ക് എല്ലാവരും എത്തുന്നതാണ്. ആരെങ്കിലും ഒരു വിഭാഗം ആളുകൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ബ്രേക്ക് ആവും ഉറപ്പായിട്ടും. അപ്പോഴാണ് ഈ സെറ്റിൽ ഗ്രൂപ്പീസ് ഉണ്ടാവുന്നതും. അത് ഹയറാർക്കിയുടെ എക്സ്ട്രീം. അപ്പൊ പിന്നെ ആളുകൾ തീരുമാനിക്കും നമ്മൾ അതിലേക്ക് ഇടപെടേണ്ടതില്ല, അപ്പം നമ്മുടെ പണി ചെയ്ത് ബാക്കി നമ്മൾ പോകുന്നു, നമ്മൾ കാരവനിൽ ഇരിക്കുന്നു, ആവശ്യം ഉണ്ടാകുമ്പോൾ വരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അപ്പോഴാണ് എത്തുന്നത്. അതല്ലാത്ത നമ്മൾ പരിചയിച്ച നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഒക്കെ സെറ്റുകളിൽ ഈ കമ്മ്യൂണിറ്റി ലിവിങ് നമുക്ക് കാണാൻ കഴിയും. അശ്വിൻ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ എല്ലാവരും ഒരുമിച്ചുള്ള ദിവസങ്ങൾ? എനിക്ക് ഭയങ്കര ഫാമിലി ഫീൽ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ വൈകിട്ടായി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കളി തുടങ്ങിയാൽ അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കില്ല, ബാറ്റ് എടുത്തോന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ ഇറങ്ങി വരില്ല. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. അല്ലാതെ അതിൽ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ ക്യാമറ വയ്ക്കുന്നുണ്ട്, അവിടെ ഡയറക്ഷൻ ടീം പരിപാടികൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ, കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ടല്ല ചില സീനും ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മളടുത്ത് ഇപ്പം ആഷിഫ്ക്കയും ഷെമിക്കയും വന്നിട്ട് നമ്മളടുത്ത് പറയും ഇതാണ് സീൻ ഇങ്ങനെയാണ്. അപ്പം ചില സമയം നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിന് ഇവിടെ ഈ ഇമോഷൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം, ഇത് നിങ്ങളിതാണ്, നിങ്ങളുടെ വൈബ് ഇതാണ് പരിപാടി, ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളത് എൻജോയ് ചെയ്യും. ശരിക്കും ഗ്രൗണ്ടിൽ കളിക്കണ പോലെ ആ വാശിയിൽ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മോണിറ്ററിൽ കാണുമ്പോൾ കിട്ടും. വെച്ചാൽ ഒരു വളരെ ഫ്രണ്ട്സ് സർക്കിളിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ കളി അറിയണ്ടെന്നുള്ള ഒരു ഗുണമുണ്ട്. അത് ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ മാത്രമല്ല പലരും. അല്ല, നമ്മുടെ സിനിമയുടെ പ്രധാന ഇതിവൃത്തം തന്നെ കണ്ടം കളിയാണല്ലോ. ഒരു നിയമങ്ങളില്ലാത്ത, നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ, ഓരോ കണ്ടത്തിനും ഓരോ നിയമം. അതെ, ഈ കണ്ടംകളി ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലയളവില് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള പല പ്രധാനപ്പെട്ട സിനിമകളിലും ഈ ഒരു മിഡിൽ ക്ലാസ് ലൈഫിനെ, നമ്മുടെ പോപ്പുലേഷൻ ഈസ് കൂടുതലും മിഡിൽ ക്ലാസ് ആളുകളാണ്. കൂടുതൽ ഈ പറയുന്ന പോലെ ഒരു അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത് ഇവർക്കാണ്. കാരണം ബാക്കിയുള്ളവർക്കൊരു ഓർഗനൈസ്ഡ് യൂണിഫോം ഫോം ഉള്ളപ്പോൾ ഇവരിൽ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. പല ടൈപ്പ് ആൾക്കാർ, പല മനുഷ്യർ, ഇവരെല്ലാം കണ്ടെയ്ൻ ഇമോഷൻ സിനിമയായിരിക്കാം,
സ്പോർട്സ് ആയിരിക്കാം, പാട്ടായിരിക്കാം, ക്ലബ്ബുകളായിരിക്കാം. അവിടെ ഇപ്പൊ ഈ ലബർ ബന്ദ് വലിയ രീതിയിൽ ഡിസ്കഷൻ ആവുന്നുണ്ടായിരുന്നു, ബ്ലൂ സ്റ്റാർ ഡിസ്കഷൻ ആവുന്നു. മലയാളത്തിൽ തന്നെ ഈ പറഞ്ഞ രക്ഷാധികാരി വൈദ്യുതിയുള്ള സിനിമകൾ ഇവിടെ സ്റ്റിൽ ആളുകൾ വാട്സ്ആപ്പ് സ്റ്റേറ്റസ്, പാട്ടുകൾ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സിനിമ ഒരു വിഷ്വൽ മീഡിയ ആയിരിക്കും തന്നെ ആളുകളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സ്പോർട്സ് പാർട്ടാവുന്നത്. അതിൽ ശരിക്ക് പെർഫോമേഴ്സിന്റെ കിക്ക് എന്താ, ആസ് എ വ്യൂവർ സിനിഫൈൽ മേക്കറിന്റെ കിക്ക് എന്താ? അത് രണ്ടും ഡമ്മിയാ. നിങ്ങൾ ബുദ്ധിപരമായി കൊണ്ട് ഇരുത്തിയതാണോ അവിടെ, അല്ലെങ്കിൽ അത് കൊണ്ട് വച്ചതോ? വെറുതെ പാവാണ്, സൈലന്റ് ആണ് ആള്. അല്ല, ആളുകൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ സുഖമായിരിക്കില്ലേ ഇത്തരം എലമെന്റ്സ് വരുമ്പോൾ? ആദ്യം പെർഫോമർ പറഞ്ഞോട്ടെ. ഈ അടുത്താണ് കേരളത്തിന്റെ ഒരു പൊതുവികാരം ഫുട്ബോളായി മാറിയത്. നമ്മൾ സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ക്രിക്കറ്റ് ജ്വരം എന്ന് പറയുന്ന ആ ജ്വരം എന്നുള്ള ഒരു വേർഡിനെ നമ്മൾ അന്ന് പത്രങ്ങളിൽ കാണുന്നത് അതാണ്, ക്രിക്കറ്റ് ജ്വരം എന്ന് പറയുന്നത്. അപ്പം ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയായിരുന്നു അന്ന് നമ്മളെ കൂട്ടത്തിൽ. ഒരു നെസ്ലിനെ വേണമെങ്കിൽ ഒഴിവാക്കാം നമുക്കതില്. ചെറിയ അടുത്ത കാലത്ത് ജനിച്ചവരെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ മിഡിൽ ക്ലാസിന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എത്തിപ്പെടാനുള്ള മേഖലകൾ സ്പോർട്സിലാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ക്രിക്കറ്റ് ടീമിലേക്ക് ആളുകൾ പോകുന്നു. അല്ലാത്ത നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റിയിരുന്നത് ഇത്തരം ചെറിയ ഗ്രൗണ്ടുകളിലായിരുന്നു. നമുക്ക് നമ്മളുടേതായിട്ടുള്ള നിയമങ്ങൾ, നമ്മളുടേതായിട്ടുള്ള രീതികൾ ക്രിക്കറ്റിൽ. അപ്പം ഇപ്പം ലബ്ബർ പന്തിൻ്റെ കഥ, ലബ്ബർ പന്ത് സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം തമിഴ്നാട്ടിലെ തന്നെ ആ ഒരു നമ്മൾ അടിസ്ഥാന വിഭാഗം എന്ന് പറയുന്ന ഒരു വലിയ ജനത അതാണല്ലോ. നമ്മുടെ നാട്ടിൽ മിഡിൽ ക്ലാസ്സാണ്. അപ്പം അവരുടെ ഒരു പോരാട്ടം ഇതിപ്പം നമ്മളുടെ ഈ സിനിമയിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കളിക്കാൻ വന്ന പോലെയല്ല തിരിച്ചു പോകുന്നത് ആരും. അയാളുടെ മാറ്റം സംഭവം അതാണ് ഞങ്ങളുടെ സിനിമ അല്ലെ ഷിമിൻ. കളിക്കാൻ വന്ന പോലെയല്ല ആരും തിരിച്ചു പോകുന്നു. അപ്പൊ അതാണ് സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് ഭയങ്കര ഒരു പുതിയ അറിവാണ്. അല്ല ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലാക്കിയിട്ടില്ല, ചോദിച്ചാൽ പറയാം. പിന്നെ ബ്രോ പറഞ്ഞ ഈ രക്ഷാധിക ഇപ്പം ഫോർ എക്സാമ്പിൾസ് പറഞ്ഞ ആ ഒരു പടത്തിന്റെ ഒക്കെ ഒരു ശൈലി ഇതിന് ഉണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, പക്ഷെ ആ ഒരു ഫീല് കിട്ടുന്ന അത് പിന്നെ ക്രിക്കറ്റ് പടം പോലെ. അത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ക്രിക്കറ്റ് അല്ലാത്ത വേറെ പടമൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ കാണുന്നൊരു ആ ഒരു നമ്മളെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നടക്കുന്ന ആ ഒരു ഫ്രണ്ട്ലി സ്പേസ്, ആ ഒരു ഫീല് കിട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പിടിച്ചതെന്നാണ് നമ്മളെ വിശ്വാസം. പിന്നെ ഇതൊക്കെ ഇപ്പോൾ സക്രിയ പറഞ്ഞ പോലെ ആ ഒരു എന്താ വെച്ചാൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടുന്ന് വെറും കളി മാത്രമല്ല അല്ലല്ലോ, നമ്മൾ കളിച്ചങ്ങ് തുടങ്ങുമ്പോൾ നമ്മൾ ഈവൻ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇടയിൽ വേറൊരു കെമിസ്ട്രി വർക്കമല്ല. അതേപോലെ കളിച്ചങ്ങ് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുറെ പാഠങ്ങൾ നമ്മളെ അറിയാതെ കളി കാര്യമാവും ചിലപ്പോൾ. ചുമ്മാ കളിച്ച് ഞാനൊക്കെ പണ്ടല്ലേ ഇപ്പൊ ഈ കുറച്ചു കാലം മുന്നേ നമ്മൾ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര പക്വത ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന 50 വയസ്സുള്ള ആളൊക്കെ ഓവർ ബോൾ കിട്ടിയിട്ട് പണിങ്ങി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ അങ്ങനെ ഒരു മനുഷ്യന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സൈക്കോളജി. ആരും നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പക്വത ആർജിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അങ്ങനൊന്നും ഉണ്ടാവില്ല. വരുമ്പോൾ ഏത് പ്രായക്കാർക്ക് വാശി അച്ചീവ് ചെയ്യണം ഈ തോട്ട്സ് കാര്യങ്ങളിലാണല്ലോ. 2025 പ്രധാനപ്പെട്ട റിലീസുകളിൽ ആദ്യ വാരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച റിലീസിന് വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പുതിയ വർഷം തുടങ്ങുന്നു, പുതിയ സിനിമകൾ, ഒരു ഇഗ്നിഷൻ പോയിന്റ് പോലെ തുടക്കത്തിൽ നിങ്ങളുടെ സിനിമ വരുന്നു. ഈ 2024 ഭയങ്കര നല്ല വർഷങ്ങൾ മലയാള സിനിമയ്ക്ക്. അതിൽ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഹിറ്റുകൾ വരുന്നു, ഈ ആളുകൾ തിയേറ്ററിലോട്ട് ഭയങ്കരമായിട്ട് കയറുന്നു. നിങ്ങളുടെ ഒരു 2024 റൗണ്ട് അപ്പം എങ്ങനെയാണ്? കണ്ട സിനിമകൾ മലയാളം തന്നെ ആവണമെന്നില്ല, പേഴ്സണൽ കിക്ക് എന്നുള്ള തരത്തിൽ സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വർഷത്തിൽ സിനിഫൈ എന്ന രീതിയിലുള്ള എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ എന്താ? ഹാപ്പിയാണ്. വാഴയും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, കാരണം ഞാൻ സ്വപ്നം കണ്ട ഒരു മൊമെന്റായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര കയ്യടി, ആൾക്കൂട്ടത്തിന്റെ നടുക്ക് നമ്മളെ കാണുമ്പോഴൊരു ഹാപ്പിനെസ്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഡ്രീമായിരുന്നു. വെച്ചാൽ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അങ്ങനെ ഒരു ഡ്രീം. അപ്പം അത് കഴിഞ്ഞ വർഷം എനിക്ക് എന്താ പറയുക, അത് അനുഭവിക്കാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല 1-2
പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്തിടാനും പറ്റി. അഭിനയിച്ച് തുടങ്ങി, അതിന്റെ ബാലൻസ് ഇപ്പം ഈ പാരലി പോയിക്കൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിടാൻ പറ്റി. അപ്പം അത് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം 2024 ഒരു സിനിമ നടനാവുക എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി. അതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയർ നമ്മൾ തുടങ്ങുകയാണ്. 2025 എങ്ങനെയാവും എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ ഹാപ്പി എന്താന്ന് വെച്ചാൽ 3-ാം തീയതി എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല, 1-ാം തീയതി 2 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ പുതിയ വർഷത്തിന്റെ ഒരു ഹാപ്പിനെസ് ആയി. നല്ല വർഷം ആവട്ടെ എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഭയങ്കര രസമായിരിക്കും അത് കാണാൻ പറ്റിയാൽ, അടിപൊളി. എനിക്ക് പിന്നെ 2024 നമ്മളുടെ സുഹൃത്തുക്കൾ പങ്കെടുത്ത സിനിമകൾ 100 കോടി ക്ലബിൽ ഒന്നിലധികം തവണ കയറിയതിന്റെ അല്ല, സ്വാഭാവികമായിട്ടും പണം വരിക എന്ന് പറയുന്നത് നമ്മൾ ഇത് മുന്നോട്ട് പോക്കിനുള്ള ഒരു ഇന്ധനമാണ്. അപ്പം അത് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിനിമകളുടെ ഒക്കെ നമ്മളുടെ സുഹൃത്തുക്കൾ ഭാഗമായിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന, ഇനി പ്രവർത്തിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ. പിന്നെ ഇത് പറഞ്ഞ പോലെ പ്ലാനിങ് ആയിരുന്നു, ഡെയിലി പ്ലാനിങ് ആയിരുന്നു. അപ്പം അടുത്ത 2025 സ്ക്രിപ്റ്റ് വർക്കുകളും അത്തരം അതൊക്കെ ഇനിയിപ്പം ഈ 2025 മുഴുവനും സിനിമയിൽ തന്നെ, സിനിമാ പ്രവർത്തനങ്ങളിൽ തന്നെ ആവാൻ മാത്രമുള്ള പണികൾ 2024 എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. പ്രതിജ്ഞയാണത്, വിട്ടു നിൽക്കില്ല. നമുക്ക് എനിക്ക് എന്നെ പോലൊരു ബിഗിനറിന് ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങിയപ്പോൾ നല്ല ഓഡിയൻസും കുറച്ച് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും ഒക്കെ ഇത് നന്നായി മലയാളം ഇൻഡസ്ട്രി ഒന്ന് മുന്നോട്ടെത്തുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കുറച്ചുകൂടി ബിഗിനേഴ്സ് ആയ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് 1000 Babies ഉണ്ടായിരുന്നു. അപ്പം അത്ര എക്സ്പോഷർ എനിക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണ്. മുന്നേ ഞാൻ നാരദം ചെയ്തിട്ടുണ്ട്, തല്ലുമാലയിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര എക്സ്പോഷർ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അതും അത്ര വലിയ ആക്ടേഴ്സിന് കൂടെ ആക്ട് ചെയ്യാനും പറ്റി. അപ്പൊ അത് നല്ലൊരു വർഷത്തിൽ ഒരു നല്ല കാര്യം എന്തായാലും നടന്നു. മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് 2024 തന്നിട്ടുണ്ട്. ഇനി ഇവരൊക്കെ എന്തായാലും മുന്നോട്ട് നല്ല പ്രോജക്ട്സ് എടുക്കും എന്നുള്ളതുകൊണ്ട് ഇവരെ പോയി കാണുക, സംസാരിക്കുക, എങ്ങനെയെങ്കിലൊക്കെ വീഴ്ത്തുക, ഓഡിഷൻസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക, ഡെയിലി. അപ്പൊ അതാണ് 2025 ഗോൾ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എല്ലാരും പോയി മീറ്റ് ചെയ്ത ഒരു ഓഡിഷനെങ്കിലും ഒപ്പിക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി ഉള്ളതുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോയിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി ആയി. കോൺഫിഡൻസോട് കൂടിയാ തുടങ്ങുന്നത് 2025. ഞാനിവിടുന്ന് കഴിഞ്ഞ പോയ വർഷം കമ്മ്യൂണിസ്റ്റ് വെച്ച് തന്നെ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് വെച്ചക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷന്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ബാക്കി സിനിമകൾ കാണും. അപ്പോൾ കുറേ നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റി. അപ്പം മൊത്തം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു നമ്മളെ ഇൻഡസ്ട്രി നമ്മൾ വളർന്നില്ലെങ്കിലും നമ്മളെ ഇൻഡസ്ട്രി വളർന്നുണ്ട് എന്നുള്ളൊരു 2025. അപ്പം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്കൊരു പടമായിട്ട് വരുന്നു. ആ ഒരു പിന്നെ നമ്മുടെ പടത്തിൻ്റെ റൈറ്ററുണ്ട് ആഷിഫ് കക്കോടി, പുള്ളിയുടെ ഒരു പടം 2024 ലാസ്റ്റ് ഇ ഡി നല്ല തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഇപ്പം നല്ല റെസ്പോൺസാണ്. ഇപ്പം ഈ ഒരു വീക്കിലൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നേ 2024 2025 കമ്മ്യൂണിസ്റ്റ് വെച്ച സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ പ്രൊഡ്യൂസർക്കായിരിക്കും, സൽവാൻ. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണ്. എനിക്ക് തോന്നുന്നു സൽവാൻ 2024 നിന്ന് 2025 ഒരു 10 കിലോ കുറഞ്ഞിപ്പേ. മെലിഞ്ഞ് നിൽക്കണമെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു. കാരണം ഇത് ഇറങ്ങണ വരെ ആൾക്കുള്ളൊരു ടെൻഷൻ ചെറുതൊന്നുമല്ല. സൽവാനായിരിക്കും 2025 ഏറ്റവും ഹാപ്പി. പല ആളുകളുടെയും ആദ്യ സംരംഭം കൂടെയാണ്. അല്ല, അതിലൊരു രസം ഇതിൽ ഈ ട്രയൽ ആൻഡ് എററിനൊക്കെ അപ്പുറം ഈ ഒരു കംഫർട്ട് സ്പേസിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. ഈ 2024 പറയുന്നു, 2025 പറയുന്നു. 2024 നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ടേക്ക് അവേ പോലുള്ള ഒരു സിനിമയുണ്ടോ? അത് ഏത് ഭാഷയാവാം, നിങ്ങൾ കണ്ട സീരീസ് ആയിരിക്കാം, സിനിമയായിരിക്കാം, ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സിനിമ, സീരീസ്, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് പേര് തലയിൽ നിൽക്കില്ല. ആനബൻ, ഇറ്റ്സ് എ തമിഴ് മൂവി. കൊട്ടുകാളി.
ആ അതെനിക്ക് പിന്നെ എനിക്ക് ആനവന്നെ അങ്ങനത്തെ ഒരു റോളിൽ കാണാൻ പറ്റില്ല. നമ്മളെ സ്ഥലത്ത് നിന്ന് ഒരാളെ അങ്ങനത്തെ ഒരു റോളിൽ അവിടെ പോയി കാണാൻ പറ്റില്ല. ഭയങ്കര ഇനിയും അങ്ങനത്തെ മൂവീസ് വരുമല്ലോ. അതിന്റെ സ്റ്റോറി ആയാലും പ്ലസ് അതിലത്തെ മെയിൻ ലീഡ് ആയാലും നമ്മള് അദ്ദേഹത്തിന് ലൈക്ക് ഒരുപാട് കോമഡി റോൾസ് ഒക്കെ പണ്ടേ കാണുന്നതല്ലേ. അപ്പൊ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി എന്തൊക്കെയാണല്ലോ. അത് എനിക്ക് ഭയങ്കര കൊണ്ടൊരു പടമാണ്. എനിക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ളൊരു റോളാണത്. അല്ല ഞാൻ എനിക്ക് കോപ്പി അടിക്കാം. ഞാൻ പറയണോ? ഞാൻ പറഞ്ഞ ആണോ ഉദ്ദേശിച്ചെന്ന് അറിയാനാ. നിലവാരം നടക്കാൻ വേറെ പറയാനറിയില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യം കുറച്ച് സിനിമകളുണ്ട്. ആദ്യത്തെ പേര് പറയാൻ ഞാൻ അമർ സിംഗ് ചംകീല, ഇംതിയാസ് അലിയുടെ സിനിമ. ആ സിനിമ കണ്ട ഉടനെ തന്നെ ഞാനൊരു 5-6 പേരെ വിളിച്ച് അതിൻ്റെ റിവ്യൂ, അത് ആ കണ്ട എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളിൽ വെക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള ആളുകളായിട്ട് കൂടുതൽ സമയം സംസാരിച്ചിട്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ അർത്ഥം ആ സിനിമ അത്രയും അകത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളൊക്കെ ഉണ്ട്. അശ്വിൻ പറഞ്ഞോളൂ. അശ്വിന് ഗുരുവായൂരമ്പല അല്ല, അതിനോട് നമുക്ക് കുറെ പടം കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പ്രത്യേക പേരെടുത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് മലയാളത്തിൽ തന്നെ ഒരുപാട് പടങ്ങൾ, എല്ലാ ജോൺറയിലുള്ള പടങ്ങൾ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. പ്രേമലു, പിന്നെ ആവേശം, അതുപോലത്തെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ ഭയങ്കര വർക്ക്. അതേപോലെ എനിക്ക് 1001 നുണകൾ കഴിഞ്ഞ വർഷം 2024 റിലീസ് ചെയ്തത് 24 ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ ജോൺറയിലുള്ള പടങ്ങളും എനിക്കിഷ്ടമാണ്. ഈ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന പേരുകൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഈ വർഷം എനിക്കൊന്ന് മലയാളത്തിൽ ഏറ്റവും സക്സസ് സംഭവിച്ച ഒരു വർഷമായിരുന്നെന്ന് തോന്നുന്നു 2024. ഏറ്റവും കുറെ വ്യത്യസ്തമായ കുറെ പരിപാടികൾ സംഭവിച്ച, ഇവൺ നമുക്ക് നോക്കുകയാണെങ്കിൽ ആട്ടം തൊട്ട് തുടങ്ങാം. ആട്ടമാണ് എനിക്ക് ഈ വർഷത്തിൽ ഏറ്റവും ഫേവറേറ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സിനിമയാണ് ആട്ടം. അപ്പൊ അവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് മലയാള സിനിമയ്ക്ക് പിഴച്ചിട്ടില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. സേഫ് സോണിലാണ് പോകുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ആവേശമാണെങ്കിലൊക്കെ പ്രേമലു ആണെങ്കിലൊക്കെ എല്ലാം ഈ മോശം എന്ന് പറയാനായിട്ടില്ല. ഫേവറേറ്റ് എല്ലാം നമുക്ക് പേഴ്സണലി മലയാളി അടിപൊളിയാണ്. ഹാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു 2024 ഓൾമോസ്റ്റ് വന്നത്. ഓൾമോസ്റ്റ് എല്ലാതും പറഞ്ഞു അല്ലേ? ഈ ജക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ ക്രിയേറ്ററായി, മേക്കറായി നിന്നിട്ടുണ്ട്, പ്രൊഡ്യൂസർ ആവുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്, ആക്ടറായിട്ട്, ഈ സിനിമയുടെ പാർട്ടായിട്ട് പല റോളുകൾ, സിനിമയെ പല ഡയമെൻഷനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ലോങ് ജേണിയുടെ ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എങ്ങനെയാണ്? എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ, അതോ ഇനിയും പുതിയത് ട്രൈ ചെയ്യണം, അങ്ങനെയാണോ? ഉറപ്പായിട്ടും എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് ചെയ്ത എല്ലാ പണികളിലും. കാരണം നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ പോയിന്റാണ്. ലേൺ ചെയ്യുന്നുണ്ട്, നമ്മളെ ആളുകൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയായിരിക്കും ചെയ്യുക. നമ്മളുടെ അടുത്തുനിന്ന് ഒന്നും ഇയാളെ പഠിപ്പിക്കാനുമില്ല, ഇയാളൊന്നും ലേൺ ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അതല്ലാത്ത ഒരു വളരെ സുന്ദരമായ ഒരവസ്ഥ മനസ്സിനുണ്ട് എല്ലാ പണികളും. പക്ഷെ ഇനിയും ചെയ്യണം, ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. സിനിമ എന്നുള്ള ആ ഒരു പേരിന്റെ അകത്ത് നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. നല്ല ഉത്തരം. ഈ അശ്വിനാണെങ്കിൽ ഈ പറഞ്ഞ ഗുരുവായൂരമ്പലനട പോലുള്ള വലിയൊരു കമേഴ്ഷ്യൽ സക്സസിന് പാർട്ടാവുന്നു. ഹ്യൂമറാണ് അശ്വിനെ പറ്റി എപ്പോഴും സംസാരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമറിന്റെ ടൈമിംഗ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കോ ആക്ടർ ആയിട്ടുള്ള കെമിസ്ട്രി, ഇതിൽ ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകൾ, ഇതിനെല്ലാം ഒരു ടൈമിങ് ഭയങ്കര എക്സ്ട്രീംലി ഭയങ്കര പോയിന്റ് എല്ലാവരും പറയുന്നതാണ്. അശ്വിൻ ആസ് എൻ ആക്ടർ കണ്ടു നടന്ന ഒരുപാട് കൊമേഡിയൻസ് അല്ലെങ്കിൽ പറഞ്ഞാൽ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ഇവരെ ഹ്യൂമർ ടൈമിംഗ് എല്ലാം കണ്ടിട്ടുണ്ട്. അശ്വിൻ പെർഫോം ചെയ്യുമ്പോൾ അശ്വിൻ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എവിടെയാണ്? കൃത്യം ടൈമിങ്,
കൃത്യം കൗണ്ടർ, കൃത്യം എക്സ്പ്രഷൻ, കൃത്യം റിയാക്ഷൻ, ചിരി പൊട്ടിക്കുക എന്നുള്ളത് അതിലൊരു ഈസി പരിപാടി ഉണ്ടോ? അല്ല, അത് ഈസി പരിപാടി എന്ന് വെച്ചാൽ അത് ശീലമാണ് സത്യം പറഞ്ഞാൽ. ഈ സാധനം പണ്ട് തൊട്ട് കൂട്ടുകാരന്മാരുടെ സർക്കിളിലും വീട്ടിൽ ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും വീട്ടിലുള്ളവർക്ക് അറിയാം എന്തെങ്കിലും ഒരു സാധനം അവർ പറഞ്ഞു നിർത്തിയാൽ അതിനപ്പുറം ഒരു സാധനം എനിക്ക് പറയാനുണ്ടാവും എന്നവർക്ക് അറിയാം. അതിനുള്ള സ്പേസ് ഉണ്ടാവും അവിടെ. അത് അല്ലാതെ തലേദിവസം എഴുതി തലേദിവസം എഴുതി വെക്കല്ലേ? ഇല്ല. അപ്പൊ അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ തർക്കുത്തരം പറഞ്ഞ് ശീലിച്ചിട്ടാണ് ഇത്ര ഏരിയയിലേക്ക് എത്തുന്നത്. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്ന ഒരാളാണ്. അപ്പം അത്തരം ഒരു സ്പേസ് സിനിമയിലാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യത്തിന് നമ്മൾ ചെയ്തതെല്ലാം അത്തരം സ്പേസ് തരുന്ന ആളുകളുടെ കൂടെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തമായ സ്പേസ്. വിപിൻദാസ് ഒക്കെ ആണെങ്കിൽ പോലും വിപിൻദാസിനൊക്കെ നമുക്ക് സ്പേസ് തരും. വാഴയിൽ ആ സ്റ്റേഷൻ സീനൊക്കെ അവിടെ വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് എന്തും പറയാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. അപ്പം അത്തരം നമുക്ക് എപ്പോഴും ഒരു തമാശ പറയുമ്പോൾ പറയുന്ന ആളെക്കാൾ ഇമ്പോർട്ടൻറ്റ് പറയാനുള്ള വഴി ഉണ്ടാക്കി തരുക. അത് അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. അയാൾ കറക്റ്റ് സാധനം നമുക്ക് ഉണ്ടാക്കി തന്നാലേ നമുക്കത് തമാശ അവിടെ കൗണ്ടർ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്ന ആളുകളുടെ കൂടെയാണ് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്തല്ല. അപ്പം വാഴ ടീമാണെങ്കിലും ഗുരുവായൂരമ്പലം എന്നുള്ള എല്ലാ ടീമും ഈവൻ ബെസ്റ്റ് ഓപ്ഷനാണ് ബേസിലേട്ടൻ. ബേസിലേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര രസമാണ് അത്തരം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹ്യൂമർ ഭയങ്കരമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല സത്യം പറഞ്ഞത്. ഞാൻ തിയേറ്റർ പേഴ്സൺ ആണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. നാടകങ്ങൾ കളിച്ച് കലോത്സവങ്ങളിലൊക്കെ നാടകങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. ഈ ബമ്പർച്ചിരി ഷോ ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്കിറ്റ് അല്ലെങ്കിൽ ഈ തമാശ ഭയങ്കരമായിട്ട് ഫോക്കസ് ആയത്. എന്നുവെച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് എന്നിലേക്ക് എത്തുക ചെയ്തത്. അല്ലാതെ അത് ഫോക്കസ് ചെയ്ത് അതുപോലും ഞാൻ സിനിമയിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഷോനെ പോലും. ഇത് പലർക്കും പുതിയ അറിവായിരിക്കും. അശ്വിന്റെ ജേർണി. നല്ല ചോദ്യം. എങ്ങനെ പറയും? ആ ഒരു നിലയ്ക്ക് എനിക്ക് തോന്നുന്ന അശ്വിന് നല്ലൊരു അവസരമായിരിക്കും കമ്മ്യൂണിസ്റ്റ്. അല്ല, അത് ഉറപ്പെടും. അത് ഞാൻ പറഞ്ഞു. ഞാൻ നിഷേധിക്കുന്നില്ല സത്യം. അല്ല, അത് സത്യമായിട്ട് പറഞ്ഞ. അപ്പൊ ബമ്പർച്ചിരിയിൽ ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ശ്രുതിപിള്ള മാഡത്തിനോട് ഞാൻ പറഞ്ഞ കാര്യം, മാഡം എനിക്ക് സിനിമയിലേക്ക് വരാനാണ് ഞാൻ ഇതിനകത്ത് വന്നത്. സിനിമ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ മാറും എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ വരാൻ പറ്റിയില്ല. ഇല്ല, വരാൻ. കാരണം അവരവിടെ അടുത്ത എപ്പിസോഡുകളിലേക്ക് പിന്നെ അത് ഇഷ്ടായി. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. ഭയങ്കര സന്തോഷം. ഉറപ്പായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് ബമ്പർച്ചിരിയില് പ്രൊമോഷന് പോയി. നമ്മളെല്ലാരും കൂടെ ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോ അവിടെ എന്തോരോ ഗസ്റ്റ് വന്നിരിക്കുന്നു. നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ഭയങ്കര സന്തോഷം. അത് ഭയങ്കര പറയുമ്പോൾ അത് പറയണം കേട്ടാ. ആ ഷോയാണ് നമുക്ക് പ്രൊഫൈൽ വന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു വഴി വെട്ടി തന്നത് ഷോയാണ്. വിചാരിച്ച വഴിയല്ല സംഭവിച്ചത് അല്ലെ? സിനിമക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരു റൂട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ആ റൂട്ടല്ല നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, വേറൊരു റൂട്ടായിരിക്കും. ഈ വിചാരിച്ച വഴിയല്ല വേറെ റൂട്ടായിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ ആദ്യ സിനിമയായിട്ടാണ് വരുന്നത്. ഈ കരിയർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല ജോൺറെ പല ടൈപ്പ് സിനിമകളൊക്കെ ചെയ്യണം, കാണണം, പ്രവർത്തിക്കണം ഒക്കെ ആഗ്രഹം ഉണ്ടാവും. ഷമീം ഇനി 2025 ആദ്യ സിനിമയ്ക്ക് വരുന്ന റിസൾട്ട് എന്തും ആവട്ടെ ഏതും ആവട്ടെ, കരിയറിന്റെ ഒരു പ്ലാൻ ഉണ്ടോ? ശരിക്കും ഒരു വിഷൻ ഉണ്ടോ? ഇനി എങ്ങനെ സെറ്റ് ചെയ്യണം ആഫ്റ്റർ റിലീസ്? വരുന്ന റിസൾട്ട് പോസിറ്റീവ് ആവട്ടെ. ഉറപ്പായിട്ടും. എൻ്റെ ഈ പടം സംഭവിക്കുന്നത്, ഞാൻ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോർട്ട് ഫിലിം കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ സക്കറി പ്രൊഡ്യൂസ് ചെയ്ത ആയിഷയിൽ ഐഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷിഫ് ക, നമ്മളെ റൈറ്റർ ആഷിഫ് കക്കോടി, പുള്ളി ഒരു ചെറിയൊരു ക്യാൻവാസിൽ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഡിസ്കഷൻ നമ്മൾ ഇതിലായിട്ട് വരുന്ന കമ്മ്യൂണിസ്റ്റ് വെച്ച ഈ ഒരു. ഇതിന് മുന്നേ വേറെ സബ്ജക്റ്റൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ചിലതൊക്കെ അടുത്തെത്തുമ്പോൾ പിന്തിരിഞ്ഞേണ്ട ഒരു അവസ്ഥ. ആഷിഫ് കക്കോടി ആയിട്ട് തന്നെ വേറൊരു പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വെച്ചതിലെത്തി. പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഡെവലപ്പായി. പിന്നെ സൽമാൻ പ്രൊഡ്യൂസർ. പിന്നീട് അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത്. പിന്നെ സക്കരിയ ഇതിലേക്ക് വന്നതോടുകൂടി ഇത് ഭയങ്കര ന്യൂസായി, ന്യൂസ് വാല്യൂ ഉള്ളൊരു പ്രൊജക്റ്റായി. അപ്പോൾ എന്നെ ഇത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാട്ടാണിത്. അങ്ങനെ ചെറിയ ക്യാൻവാസിൻ്റെ ഒരു ഞാനത് വിശ്വസിക്കും. ക്യാൻവാസ് ചെറുതോ അല്ലെങ്കിൽ ക്യാൻവാസ് വലുതോ എന്നുള്ളതല്ല. അതിലെ കണ്ടന്റ് അതിൽ വരയ്ക്കുന്ന ചിത്രം അതാണ് അതിൻ്റെ ഒരു വലിപ്പം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വലുതാണോ ചെറുതാണോ ഒരു ആർട്ട് ഫോം അത് പിന്നെ ആകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൊജക്റ്റാണ് എനിക്കിത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇതേപോലെ ഒന്നില്ലെങ്കിൽ ചെറിയൊരു ക്യാൻവാസിലോ അല്ലെങ്കിൽ വലിയ ക്യാൻവാസിലോ ഒക്കെ ആയിക്കൊണ്ട് ഞാനിനിയും ഇതേപോലെ എൻ്റെ വിശ്വാസത്തിലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നത് തന്നെയാണ്. അതിനി വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും. അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഈ സക്കറിയുടെ ലാസ്റ്റ് ചോദ്യം, ക്യാമറയ്ക്ക് പുറകെ നിന്ന്
അഭിനയിപ്പിച്ചിട്ടുണ്ട്, പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുന്നേ നിന്ന് അഭിനയിക്കുന്നു, പെർഫോം ചെയ്യിപ്പിക്കുന്നതും പെർഫോം ചെയ്യുന്നതും. ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ഭയങ്കര എളുപ്പത്തിൽ കൂട്ടിമുട്ടുന്നതാണോ അതോ ഭയങ്കര ദൂരത്താണോ രണ്ടും നിൽക്കുന്നത്? ആപേക്ഷികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പം ഒരു പക്ഷെ ഒരു ഡയറക്ടർക്ക് മേക്കർക്ക് കൃത്യമായും എന്താണ് ആ ആക്ടർ തരേണ്ടതെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു പക്ഷേ ചില സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ആ ആക്ടർ എന്താണ് ചെയ്യുന്നത് എന്നിട്ട് അത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് അതിലെ നല്ല മൊമെൻറ്റുകൾ ക്യാപ്ചർ ചെയ്തെടുക്കുക, ഇങ്ങനത്തെ അവസ്ഥയും വരും. അപ്പോൾ നേരത്തെ നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരികയാണ്. അപ്പം നേരത്തെ വിചാരിക്കുന്നത് നമ്മളുടെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ലാത്ത ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൗതുകപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ കഥാപാത്രത്തിന് അത്യാവശ്യമാണല്ലോ എന്ന് നമുക്ക് അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ എത്തിച്ചേർന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഓരോ സ്ക്രിപ്റ്റിനും കഥാപാത്രത്തിനും അനുസരിച്ച് ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ചില കഥാപാത്രങ്ങളെ നമുക്ക് പറഞ്ഞു കൊടുത്തതാ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും, ചില കഥാപാത്രങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ മനോഹരമായി അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പം അതിങ്ങനെ ഏറിയും കുറഞ്ഞും നിൽക്കുന്നു എന്നാണ് എൻ്റെ ചെറിയ കാലത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ സുഡാനിയുടെ ഡേ 1 ലൊക്കേഷനും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഡേ 1 ലൊക്കേഷനും ഒന്ന് അഭിനേതാവായിട്ടാണ്, സംവിധായകനായിട്ടാണ്. അതെങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ നല്ല ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഡേ 1 കുറച്ച് വലിയ ടെൻഷനുള്ള ഡേ 1 ആയിരുന്നു. കാരണം ഡേ 1 ചെയ്യുന്നതൊന്നും വർക്കാവാത്ത അങ്ങനെയാണല്ലോ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ശരിയാക്കുകയാണ് ചെയ്യുന്നത്. സുഡാനി ഫ്രം നമ്മൾ മേക്കർ ആയിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രീ പ്രൊഡക്ഷനും ഹോം വർക്കിനും സമയമുണ്ട്. ഈവൻ നമ്മൾ റിഹേഴ്സലിൽ പോലും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 3 ദിവസം നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വെച്ചിട്ട് പ്രധാനപ്പെട്ട സീനുകളൊക്കെ റിഹേഴ്സൽ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ നമ്മൾ നിരന്തരം സന്ദർശിക്കുകയും ആ പരിസരത്തെ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത നമുക്ക് ആ പെട്ടെന്നുണ്ടാവുന്ന ഷോക്കിൽ നിന്നും മേക്കറെ മാറ്റി നിർത്താൻ പറ്റും, പക്ഷെ ആക്ടറെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ആക്ടർക്ക് ഈ അവസരങ്ങളൊന്നുമില്ല, അയാൾ അപ്പോഴാണ് അവിടെ എത്തുന്നത്. അശ്വിന് നല്ലോണം അറിയാൻ പറ്റും. ഒരു ട്രെയിൻ കയറി അടുത്ത ട്രെയിനിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ട്രെയിനിൽ കാറിൽ മറ്റൊരു ലൊക്കേഷനിലേക്ക്, അപ്പോഴാണ് നമ്മൾ ആ ലൊക്കേഷൻ പരിചയപ്പെടുന്നത്, ആളുകളെ പരിചയപ്പെടുന്നത്. ഡയലോഗ് തലേ ദിവസം അയച്ചു തന്ന ഡയലോഗ് ആയിക്കൊള്ളണം എന്നില്ല, അടുത്ത ദിവസം ആകുമ്പോഴേക്കും ആഷിഫ് കക്കോടി അത് മാറ്റിയിട്ടുണ്ടാവും. അപ്പം ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. 2 അനുഭവങ്ങളും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ആക്ടർ എന്നുള്ള നിലക്ക് നല്ല എന്താണ് പകച്ചിലോടെ, എന്താണ് അതിന് പറയാ, പകച്ചിലും നല്ല പുകച്ചിലും കടന്ന് വീണ് അല്ലേ സീനായി. ഗ്രൗണ്ടിലല്ലേ സിൻസിയർ ആയിട്ട് ഓടും, ഗ്രൗണ്ടിൽ ബാറ്റൊക്കെ പിടിച്ച് അടിച്ച് വീണിട്ടുണ്ട് ഇല്ലേ. എല്ലാവർക്കും പരിക്കും, അതായത് ഹോസ്പിറ്റലിൽ പോകുന്ന തരം പരിക്കുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാവരും ആത്മാർത്ഥത, കാരണം പലരും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതും. അപ്പം എത്ര ദൂരം വരെ നമുക്ക് ഓടാം എന്നുള്ളതൊക്കെ അപ്പോഴാണ് നല്ല പരിക്കുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് സിനിമയുടെ പേര് നമുക്ക് യൂസ്ഫുൾ ആയത്. കമ്മ്യൂണിസ്റ്റ് പച്ച കാട്ടപ്പ ഒരു മരുന്നാണല്ലോ, അത് മുറിവിന് വെക്കാം, നമുക്ക് ലൈവായിട്ട് കിട്ടും. അവിടെ പറമ്പിലല്ലേ ഷൂട്ട്, അവിടെ തന്നെ കിട്ടും നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച. ഷമീം വിളിച്ച ആക്ഷൻ അത്ര തന്നെ കാഷ്വാലിറ്റി. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. സിനിമ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. 2025 ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും തുടങ്ങട്ടെ. താങ്ക് യു. എല്ലാവരും താങ്ക് യു.